പരസ്പരം മനസ്സിലാക്കാനാകില്ല. ഈ 3 ഭാഷകൾ 3 സ്പീഷീസുകളായി കരുതുക. ഒരു സ്പീഷീസ് എവിടെ വച്ചാണ് മറ്റൊരു സ്പീഷീസ് ആകുന്നതെന്ന് പറയാനാകില്ല, എന്നാൽ വ്യത്യസ്ത സ്പീഷീസുകൾ ഉണ്ട് താനും. അതുപോലെ തന്നെയാണ് പരിണാമവും. ഭാഷകളെപ്പോലെ തന്നെ ജീവജാലങ്ങളിലെ സ്പീഷീസുകൾ തമ്മിലും അങ്ങനെ വ്യക്തമായ അതിർത്തി ഒന്നുമില്ല. ഒരു കന്നഡികനും മലയാളിക്കും തമിഴനും ഇപ്പോൾ പരസ്പരം സംസാരിക്കാനാകില്ലെങ്കിലും ഇവരെ 3 പേരെയും ബന്ധിപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ പരസ്പരം സംസാരിക്കാൻ പറ്റും. ജൈവ പരിണാമവും അത്രയേ ചെയ്യുന്നുള്ളൂ. കുരങ്ങനും മനുഷ്യനും വ്യത്യസ്ത ജീവികളാണ് എന്ന് നമുക്കറിയാം. എന്നാലും ഇവർ തമ്മിൽ, ശരിക്കും പറഞ്ഞാൽ എല്ലാ ജീവികളും തമ്മിൽ, കണ്ണി മുറിയാത്ത ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അതായത് കുരങ്ങൻ ഒറ്റയടിക്ക് മനുഷ്യനാകുകയല്ല ചെയ്യുന്നത്. കന്നഡ ഒറ്റയടിക്ക് മലയാളം ആകാത്ത പോലെ, മലയാളം ഒറ്റയടിക്ക് തമിഴ് ആകാത്ത പോലെ. ഇവരുടെ ഇടയിൽ ഇതേ ഭാഷകളുടെ തീരെ ചെറിയ എന്ന് പറയാവുന്ന വകഭേദങ്ങൾ സംസാരിക്കുന്ന നമ്മൾ കാണാത്ത ധാരാളം ആളുകളുണ്ട്. ജൈവ പരിണാമത്തിലെ ഈ ചങ്ങലയിലെ ആ കണ്ണികൾ പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പൂർവികരാണ് എന്നതാണ് വ്യത്യാസം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാകാൻ വേറൊരു ഉപമ കൂടി പറയാം. വീണ്ടും ഒരു മനുഷ്യച്ചങ്ങലയുടെ ഉപമ തന്നെയാണ്. ഇത്തവണ ചങ്ങല നമ്മുടെ ഭൂതകാലത്തിലേക്ക് നീളുന്നതാണ്. ഈ ചങ്ങലയിൽ നിങ്ങൾ, നിങ്ങളുടെ അച്ഛൻ, മുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ, അങ്ങനെ മുന്തലമുറയിലെ ആളുകൾ ഒരു 2000 വർഷം പുറകിലേക്ക് നീളുന്നതായി സങ്കല്പിക്കുക.